കുറെ കാലങ്ങളായി ഉണങ്ങാത്ത കുറെ മുറിവുകളുമായിട്ടാ എന്റെ ജീവിതം. പെണ്ണായി ആരും ജനിക്കാതിരിക്കട്ടെ. ഒരു ശാപം കിട്ടിയ ജന്മം അത്. ശ്യാമേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെയും ആത്മസംയമനത്തോടെയും വേണം കേൾക്കാൻ. ഡോക്ടർ, അകത്തേക്ക് വരാവോ? എഴുന്നേക്കണ്ട, കിടന്നോളൂ. ഞാനും ഇവിടുത്തെ ഒരു പേഷ്യന്റ് തന്നെ, എ ബ്ലോക്ക്. ഇരിക്കെ. തലയിൽ എന്തു പറ്റിയതാ? ഓ, ഒന്ന് വീണതാ കുളിമുറിയില്. കാല് തെറ്റി. നല്ല മുറിവാണെന്ന് തോന്നുന്നല്ലോ. അതെ, നല്ല മുറിവാ. കുറെ കാലങ്ങളായി ഉണങ്ങാത്ത കുറെ മുറിവുകളുമായിട്ടാ എന്റെ ജീവിതം. ആ, മോളുടെ പേര് ഗംഗയെന്നല്ലേ? അതെ. അമ്മയ്ക്ക് എന്റെ പേര് എങ്ങനെ അറിയാം? പേര് മാത്രമല്ല, ആളെ നന്നായിട്ടറിയാം. മീനാക്ഷി മുത്തുവൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിർമ്മല ടീച്ചറല്ലേ? ആ, അതെ. അതിശയമായിരിക്കുന്നല്ലോ. ടീച്ചറെ കുറിച്ച് കേട്ടിട്ടുള്ള അല്ലാതെ കാണുന്ന ആദ്യമായിട്ടാ. എന്താ എന്നെക്കുറിച്ച് മോള് കേട്ടിട്ടുള്ളത്? അല്ല, മീനാക്ഷി മുത്തുവൊക്കെ പറഞ്ഞിട്ട്. ഓ, അത്രേ ഉള്ളോ? ഞാൻ ടീച്ചർക്ക് ചായ എടുക്കാം. വേണ്ട കുട്ടി, വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നൊന്നും അല്ലല്ലോ ഞാൻ. അവിടെ ഒരു ഫ്ലാസ്ക് നിറച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ ടീച്ചർ. വീട്ടിൽ വെച്ച് അല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇത്രേ ഉള്ളൂന്ന് മാത്രം. ദാ കുടിക്കേ. കാണുന്നത് ആദ്യമായിട്ടാണെങ്കിലും മുത്തുവിന്റെ വർണ്ണന പോലെ തന്നെ എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. മുഖശ്രീയും പെരുമാറ്റവും രൂപവും ഒക്കെ അത് തന്നെ. ടീച്ചറെക്കുറിച്ചും അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതിന് മാറ്റമില്ല. മുത്തു എന്നെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളേ? ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ മീനാക്ഷിയുടെ ഒക്കെ ദൈവമാണത്രേ ടീച്ചർ. പാവം കുട്ടികള്. ഞാൻ അവർക്കല്ല, അവരെനിക്കാണ് ആശ്രയം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ എനിക്ക് ദൈവം അയച്ചു തന്ന എന്റെ മക്കൾ. മോൾക്കിത് ഏതാ മാസം? 4. ആൺകുട്ടിയാകും. അങ്ങനെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പെണ്ണായി ആരും ജനിക്കാതിരിക്കട്ടെ. ഒരു ശാപം കിട്ടിയ ജന്മം അത്. കൗമാരത്തിൽ പിതാവിന്റെയും യൗവനത്തിൽ ഭർത്താവിന്റെയും വാർദ്ധക്യത്തിൽ പുത്രന്റെയും ഒക്കെ സംരക്ഷണം കൊണ്ട് ഭാഗ്യവതികളാണ് സ്ത്രീകളെന്ന് പറയാറുണ്ടെങ്കിലും ആ ഓരോ ഘട്ടങ്ങളിലും പുരുഷന്റെ ആധിപത്യത്തിൽ നിന്നും അവൾ മോചിതയല്ലെന്ന് മനുസ്മൃതിയും പറയുന്നു. പുരുഷന്റെ പീഡനങ്ങൾ, അവന്റെ സ്വാർത്ഥതകൾ, തിരസ്കരിക്കലുകൾ, അങ്ങനെയെല്ലാം സഹിക്കാൻ മാത്രം വിധിക്കപ്പെടുന്ന ജന്മങ്ങൾ, അതാണ് സ്ത്രീകളുടേത്. ടീച്ചർ ഒരു ഫെമിനിസ്റ്റിനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അല്ല കുട്ടി, ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് അല്ല. അച്ഛന്റെ സ്നേഹം നന്നായി അനുഭവിച്ചിട്ടുള്ളവളാണ് ഞാൻ, ഭർത്താവിന്റെ സംരക്ഷണവും. പക്ഷേ പ്രസവിച്ചു പോയത് 2 പെമ്മക്കളെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖവും. ഒരമ്മയുടെ ഏറ്റവും വലിയ ദുഃഖവും ദൗർഭാഗ്യവുമാണ് മോളെ പെമ്മക്കള്. ഇതെന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഒരു സ്ത്രീയും പെമ്മക്കളുടെ അമ്മയാകരുത്. ടീച്ചറുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എല്ലാം എനിക്കറിയാം ടീച്ചർ, എല്ലാം. ശ്യാമേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശ്യാമേട്ടൻ ഒരിക്കലും മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല ടീച്ചർ. ശ്യാമേട്ടൻ നല്ലവന്. ടീച്ചർ പറഞ്ഞതുപോലെ പുരുഷന്റെ സ്വാർത്ഥത, സ്ത്രീകളോടുള്ള ക്രൂരത, ബോധപൂർവമുള്ള തിരസ്കരിക്കൽ, ഇതൊന്നും ശ്യാമേട്ടനിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടീച്ചർ. മോളെ, ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല.
അതെനിക്കറിയാം ടീച്ചർ. അതുപോലെ ശ്യാമേട്ടനെ എനിക്കറിയാം. ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആരെയും ഒന്നും അറിയിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുക്കിത്തീരുകയാ പാവം ശ്യാമേട്ടൻ. ടീച്ചർക്കറിയോ, ശ്യാമേട്ടന്റെ ഉള്ളിൽ ഇന്നും രേണുകയുണ്ട്. ശ്യാമേട്ടൻ കാണാത്ത ശ്യാമേട്ടന്റെ കുഞ്ഞുണ്ട്. ക്ലാരെ, ഉണർത്താൻ പോവാണോ അവളെ? പാവം, ഞാൻ ഒരുപാട് തല്ലി. മദറിനറിയോ, ഞാനൊരു നോട്ടം കൊണ്ട് പോലും എന്റെ സ്നേഹമോളെ നോവിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷെ അവളെ കാണാതായപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ഒടുവിൽ നിയന്ത്രിക്കാനാവാതെ എന്റെ കുഞ്ഞിനെ ഞാൻ തല്ലിപ്പോയി. അതങ്ങനെയാ, കുട്ടികളാകുമ്പോ കുസൃതികൾ കാണിക്കും. ചിലപ്പോഴൊക്കെ തല്ലുകയും വേണം. അതൊക്കെ പതിവുള്ള കാര്യല്ലേ. ഇനിയിപ്പോ അതോർത്ത് കരഞ്ഞിട്ടെന്തിനാ? ഞാൻ ഉറങ്ങാൻ വിളിച്ചിട്ട് അവള് വന്നില്ല. എന്നോട് പിണങ്ങി താനേ വന്ന് കിടന്നുറങ്ങാം. എന്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് തല്ലി. നന്നായി വേദനിച്ചിട്ടുണ്ടാവും അവൾക്ക്. സാരമില്ല കേട്ടോ, നോക്ക് വേനയില്ല, കരയില്ല മുതൽ. ആഹാ, നീ കള്ളയർക്കം നടിക്കായിരുന്നല്ലേ? ആ, ക്ലാരമ്മ പറ്റിക്കാനാ. മേഘമ്മേ, ഈ കൊച്ചിൻ്റെ കൂടെ കരയണ്ടെന്ന് പറ. കരയാതെ വച്ചേ. സ്നേഹമോക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? ക്ലാരമ്മേനെ അപ്പാപ്പന്റെ അപ്പാപ്പൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്താ കൊണ്ടുപോകത്തെ? എന്റെ പപ്പയും കാണിച്ചാരാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ. അല്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ ഇനിയും പണങ്ങും. മോക്ക് വിശക്കുന്നില്ലേ? ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അമ്മയോട് പിണങ്ങി നടക്കുകയല്ലായിരുന്നോ? സ്നേഹം മോൾക്ക് ക്ലാരമ്മയോട് പിണക്കൊന്നുമില്ല അല്ലേ മോളെ? മോള് നല്ല കുട്ടിയായിട്ട് ക്ലാരമ്മയോടൊപ്പം ചെന്ന് എന്തെങ്കിലും കഴിച്ചേ. ഇന്ന് എന്തൊക്കെയാ കഴിക്കാനുള്ളതെന്ന് അറിയോ? മിണ്ടല്ലേ, പാടുന്ന ഉറങ്ങുന്ന കണ്ടില്ലേ? അവൾ ഉണരും. സുഖമില്ല, അവൾക്ക് പനിയാ. ഡോക്ടറിന്റെ കാണിച്ചേ മരുന്ന് വാങ്ങി കൊടുക്കണം. ആണോ? അയ്യോ, പനിയുണ്ടോ? പനിയുണ്ടോ ക്ലാരമ്മേ? ഇങ്ങോട്ട് വാ പെണ്ണെ, നീ ഒന്ന്. പനി ഇപ്പൊ നിനക്കാ. ഡോക്ടർ ആന്റിയുടെ കയ്യിന്നേ നല്ലൊരു ഇഞ്ചക്ഷൻ വാങ്ങി തരുന്നുണ്ട് നിനക്ക് ഞാൻ. ക്ലാരമ്മേ നിക്ക്, ഞാനും പാവക്കുഞ്ഞിന് സൂചി വെക്കാൻ കൊണ്ടുപോവാ ഞാൻ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ക്ലാരമ്മേ. എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ശ്യാം, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെയും ആത്മസംയമനത്തോടെയും വേണം കേൾക്കാൻ. എന്താണ് ഡോക്ടറെ? എന്താണെങ്കിലും ഡോക്ടർക്ക് എന്നോട് പറയാം. ഈ ആമുഖവും ഡോക്ടറുടെ മൗനവും ഒക്കെയാണ് എന്നെ ടെൻഷനാക്കുന്നത്. പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തിയിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക എന്ന് നിശ്ചയമില്ലാത്ത സാഹചര്യത്തിലാണല്ലോ അറിയാതെ ആമുഖവും മൗനവും ഒക്കെ വന്നു പോകുന്നത്. അപ്പോ ഡോക്ടർ പറയാൻ പോകുന്നത് ഗംഗയുടെ കാര്യം തന്നെയാണ്. ഗംഗയ്ക്ക് പറയൂ ഡോക്ടർ. ഡോക്ടർ പ്ലീസ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നില്ലേ ശ്യാം, ഗംഗ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്.
എന്ന് പറഞ്ഞ ഗംഗയുടെ ജീവൻ പോലും അപകടത്തിലാകാവുന്ന ഒരു സ്റ്റേജ്. ഡോക്ടർ, വറീഡ് ആവാതിരിക്കൂ മിസ്റ്റർ ശ്യാം. ഗംഗയ്ക്ക് ഒരു കുഴപ്പം വരാതെ ശ്യാമിന്റെ കൈകളിൽ അവളെ തിരിച്ചു തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ബട്ട് എന്താണ് ഡോക്ടർ? ഡോക്ടർ എന്താ നിർത്തിക്കളഞ്ഞത്? അതിനെന്ത് പ്രോബ്ലം ഉള്ളത്? പറയൂ ഡോക്ടർ. പ്രോബ്ലം പറയൂ ഡോക്ടർ. എന്റെ ഗംഗയെ രക്ഷിക്കാനായി എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. മണി, സഫർ, സാക്രിഫൈസ്, എന്തിനും ഞാൻ തയ്യാറാ. എനിക്ക് എന്റെ ഗംഗയുടെ ജീവന വലുത്. isn't it? ഷുവർ. എങ്കിൽ അതിന് ഗംഗയുടെ ഉള്ളിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞ് ഇല്ലാതായേ തീരൂ. ഡോക്ടർ, ജീവനോടെ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ഗംഗയെ അനുവദിച്ചുകൂടാ. ഞാന് എന്റെ കുഞ്ഞ്, എന്റെ ഗംഗ വേറൊരു വഴിയും. സോറി മിസ്റ്റർ ശ്യാം, ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ശ്യാമേട്ടൻ വീണ്ടും ശാലുവച്ചിന്റെ വിവാഹക്കാര്യത്തിലേക്കാ വരുന്നത്. അതുവരെ രേണു കാത്തിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട. എന്നുവെച്ചാ ഒരു അബോർഷൻ, അത്രമാത്രം. ആലോചിക്കാൻ ഇനി ഒട്ടും സമയമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാ. വൈകുന്തോറും ഗംഗയുടെ നില അപകടത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടിലൊരാളെ മാത്രമേ രക്ഷിക്കാനാകൂ. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ കുട്ടി. ഇനി കുട്ടിയെ രക്ഷിച്ചാൽ മതിയെന്നാണെങ്കിൽ ഗംഗ. നോ, എനിക്ക് എന്റെ ഗംഗ വേണം. എനിക്ക് എന്റെ ഗംഗ വേണം ഡോക്ടർ. എനിക്ക് എന്റെ ഗംഗ മാത്രം മതി. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട് ശ്യാം. ഇത് കഴിഞ്ഞാലും ഇനി ഒരിക്കലും ഗംഗയ്ക്കൊരു അമ്മയാകാനുള്ള ഭാഗ്യം ഉണ്ടാകില്ല. ഐ എം ഹെൽപ്ലെസ്. പിന്നെ തൽക്കാലം ഗംഗ ഇതൊന്നും അറിയാൻ ഇടവരികയരുത്. ബി കെയർഫുൾ.